ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററെക്ടമിയെ കുറിച്ചാണ്. വാട്ട് ഈസ് ഹിസ്റ്ററെക്ടമി? നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഹിസ്റ്ററെക്ടമി? അല്ലെങ്കിൽ നമ്മൾ ബന്ധുക്കൾക്ക് ആർക്കെങ്കിലും ഹിസ്റ്ററെക്ടമി നടന്നിട്ടുണ്ട്? എന്താണ് ആ ഒരു പ്രൊസീജിയർ? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തായാലും നമുക്ക് ഇന്നത്തെ ഈ സെക്ഷനിൽ അത് കാണാം. എന്താണ് വാട്ട് ഈസ് ഹിസ്റ്ററെക്ടമി? ഹിസ്റ്ററെക്ടമി എന്ന് പറയുന്നത് ഒരു സർജിക്കൽ പ്രോസസ്സാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? യൂട്രസ് റിമൂവ് ചെയ്യാൻ. വെറുതെ ആരെങ്കിലും യൂട്രസ് റിമൂവ് ചെയ്ത് കളയുമോ? ഇല്ല. എന്തെങ്കിലും ഒരു ഡിസീസ്ഡ് കണ്ടീഷൻ വരുമ്പോൾ ആയിരിക്കുമല്ലോ യൂട്രസ് റിമൂവ് ചെയ്യുക. അങ്ങനെ യൂട്രസ് റിമൂവ് ചെയ്തിട്ടുള്ള ഒരാൾക്ക്, ഒരു വുമന് ഒരിക്കലും പിന്നീട് മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാവത്തില്ല. അതേപോണക്ക് ദാറ്റ് ലേഡി കനോട്ട് ബിക്കം പ്രഗ്നന്റ് എഗെയിൻ. പ്രഗ്നന്റ് ആവാനും പറ്റത്തില്ല. കാരണം നമുക്കറിയാമല്ലോ, ബേബി നോർമലി എവിടെയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? യൂട്രസ്. മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗനാണ് എടുത്തു മാറ്റുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും പിന്നീട് ഉണ്ടാവുകയില്ല ആ ഒരു വിമൻ്റെ ലൈഫിൽ. അപ്പം ഏതൊരു സിറ്റുവേഷനിലാണ് സാധാരണ ഈ ഹിസ്റ്ററെക്ടമി ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്നത്? വെനെവർ, എപ്പോഴാണ്? വിമൻസ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഹാസ് സം ഡിസീസ്, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവുമ്പോൾ. വിമൻസ് റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ഏതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ച ഏതൊക്കെയാണ്? മെയിൻലി യൂട്ടറസ്, വെയ്സ്, വജൈന, ഫലോപ്പിൻ ട്യൂബ്, ഓവർ, ഇതെല്ലാം റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആണ്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഡിസീസ്ഡ് കണ്ടീഷൻ, എന്തെങ്കിലും അബ്നോർമാലിറ്റി വരുമ്പോഴാണ് എന്ത് സജസ്റ്റ് ചെയ്യുന്നത്? ഹിസ്റ്ററെക്ടമി സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഹിസ്റ്ററെക്ടമീസ് ഉണ്ട്. അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാം. വിച്ച് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ്? ടോട്ടൽ ഹിസ്റ്ററെക്ടമി, പാർഷ്യൽ ഹിസ്റ്ററെക്ടമി, റാഡിക്കൽ ഹിസ്റ്ററെക്ടമി. അപ്പോൾ അത് ഓരോന്നും എന്താണെന്ന്, അതിൻ്റെ ഡെപ്തിലോട്ടൊന്നും നമ്മളിപ്പം ഈ ഒരു സെക്ഷനിൽ പോകത്തില്ല. സിംപ്ലി ഫ്രം ദ സർഫസ് ലെവൽ ഓൺലി വി ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ്. ടോട്ടൽ ഹിസ്റ്ററെക്ടമി എന്ന് പറയുമ്പോൾ, ടോട്ടൽ ആ ഒരു വേർഡ് നിങ്ങൾ നോട്ട് ചെയ്യുക. ടോട്ടൽ ഹിസ്റ്ററെക്ടമി. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യൂട്രസും റിമൂവ് ചെയ്യും. ഇത് സെർവിക്സ് ആണേ, സെർവിക്സ് പോർഷൻ. അത് രണ്ട് റിമൂവ് ചെയ്യുന്നതാണ് ടോട്ടൽ ഹിസ്റ്ററെക്ടമി. ഇതാണ് മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഹിസ്റ്ററെക്ടമി എന്ന് പറയുന്നത് ഈ ടോട്ടൽ ഹിസ്റ്ററെക്ടമിയാണ്. അപ്പോൾ പാർഷ്യൽ എന്ന് പറയുമ്പോൾ എന്തോ ഒരു ഭാഗം ദേ ആർ കീപ്പിംഗ് ബാക്ക്, റീറ്റെയിനിങ്, ഏതോ ഒരു പോർഷൻ അവിടെ തന്നെ വെക്കുന്നു. അത് ഏത് പോർഷനാണ്? അത് സെർവിക്സ്. സെർവിക്സിനെ അവിടെ റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് യൂട്രസ് റിമൂവ് ചെയ്യുന്നതാണ് പാർഷ്യൽ ഹിസ്റ്ററെക്ടമി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഈ പാർഷ്യൽ ഹിസ്റ്ററെക്ടമിക്ക് വേറൊരു ടേം കൂടെ ഉണ്ട്, സൂപ്രാ സെർവിക്കൽ ഹിസ്റ്ററെക്ടമി എന്നും പറയും. അപ്പോൾ ഇതിനകത്ത് ഈ സെർവിക്സ് പഴയ ആ സ്ഥലത്ത് തന്നെ റീറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷമുണ്ടോ എന്നുള്ള കുറേ റിസർച്ചസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. വി വിൽ സീ ഇറ്റ്സ് റിസൾട്ട് ലേറ്റർ. എന്തായിരിക്കും അതിൻ്റെ ഫലം എന്നുള്ളതൊക്കെ ഇനി നമുക്ക് അറിയാം, പഠിക്കാം. ഇപ്പം എന്തായാലും ഇത്രയും മനസ്സിലാക്കുക. പാർഷ്യൽ ഹിസ്റ്ററെക്ടമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്രസ് ആണ് റിമൂവ് ചെയ്യുന്നത്, സെർവിക്സ് അവിടെ റീറ്റെയിൻ ചെയ്യുന്നു. ഓക്കെ, ടോട്ടലും മനസ്സിലായി, പാർഷ്യലും മനസ്സിലായി. നെക്സ്റ്റ് എന്ന് പറയുന്നത് റാഡിക്കൽ ഹിസ്റ്ററെക്ടമി. റാഡിക്കൽ ഹിസ്റ്ററെക്ടമി എന്ന് പറയുമ്പോൾ ഇത് ഇത്തിരി ഒരു എക്സ്ട്രീം കേസാണ്. എക്സ്ട്രീം കേസ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു സീരിയസ് ഡിസീസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ ബാധിക്കുകയാണെങ്കിൽ, ക്യാൻസർ ലൈക്ക് വരുവാണെങ്കിൽ, ആ ഒരു സിറ്റുവേഷനിലാണ് ഈ റാഡിക്കൽ ഹിസ്റ്ററെക്ടമി സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഏതൊക്കെ റിമൂവ് ചെയ്യും? യൂട്ടറസ് റിമൂവ് ചെയ്യും, സെർവിക്സ്, വജൈനയുടെ അപ്പർ മോസ്റ്റ് പോർഷൻ, ആൻഡ് അലോങ് വിത്ത് ദാറ്റ് ചിലപ്പോൾ ഫെലോപ്പിയൻ ട്യൂബ്സോ ഓവറിയോ ഒക്കെ റിമൂവ് ചെയ്യേണ്ടി വരും റാഡിക്കൽ ഹിസ്റ്ററെക്ടമി. ഓക്കെ, അപ്പം റിമൂവ് യൂട്രസ്, സെർവിക്സ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ദി വെജൈന. യൂഷ്വലി ഇതിന് വേണ്ടിയിട്ട് ക്യാൻസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ടൈമിൽ, അങ്ങനെയുള്ള ക്യാൻസർ പോണൊക്കെ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ ബാധിക്കുമ്പോഴാണ് റാഡിക്കൽ ഹിസ്റ്ററെക്ടമി സജസ്റ്റ് ചെയ്യുന്നത്. ഇനി എന്താണ്, വാട്ട് അബൌട്ട് ദ ഡ്യൂറേഷൻ? ആ സർജറിക്ക് എന്തോരം ടൈം എടുക്കും? 1 to 4 hours വരെ എടുക്കും സർജറിക്ക്. ഇനി ഈ ഹിസ്റ്ററെക്ടമി സജസ്റ്റ് ചെയ്യാൻ എന്തൊക്കെ സിറ്റുവേഷൻസിലാണ് ഹിസ്റ്ററെക്ടമി സജസ്റ്റ് ചെയ്യുന്നത്? എന്തൊക്കെയാണ് അത് സജസ്റ്റ് ചെയ്യാനുള്ള റീസൺസ്? അബ്നോർമൽ ആയിട്ടുള്ള ബ്ലീഡിങ്. സോ നമുക്കറിയാം, മെൻസ്ട്രൽ ടൈമിൽ നോർമൽ ബ്ലീഡിംഗ് ഉണ്ട്, അത് നോർമൽ. അതുപോലെ അല്ലാതെ അബ്നോർമലായിട്ട് നോൺ സ്റ്റോപ്പായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ, അത് എപ്പോഴൊക്കെ വരാം? എന്തെങ്കിലും ചില ഫൈബ്രോയിഡോ, അബ്നോർമൽ ഗ്രോത്തോ, പിന്നെ എന്താണ് PCOD പോണക്കൊക്കെ ഉള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഈ കണ്ടിന്യൂസ് അബ്നോർമൽ ബ്ലീഡിങ് വരാം. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ഹിസ്റ്ററെക്ടമി സജസ്റ്റ് ചെയ്യാറുണ്ട്.
ദെൻ അഡിനോമയോസിസ് എന്ന് പറയുന്നത് ഒരു അബ്നോർമൽ സിറ്റുവേഷൻ ആണ്. ആ സിറ്റുവേഷനിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻഡോമെട്രിയം ടിഷ്യൂ അത് സാധാരണ വെച്ച് കഴിഞ്ഞാൽ യൂട്രസിൻ്റെ ലൈനിങ്ങിലാണ് കാണപ്പെടുന്നത്. ഇവിടെ ഇങ്ങനെ ലൈനിങ്ങിലാണ് കാണുന്നത്. അതിന് പകരം യൂട്രസിൻ്റെ മസിൽസിൽ എൻഡോമെട്രിയൽ ടിഷ്യൂസ് അപ്പിയർ ചെയ്യും. അപ്പം ആ ഒരു കണ്ടീഷനാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ യൂട്രസിൻ്റെ സൈസ് വലിപ്പം കൂടും. അപ്പോൾ നമുക്ക് വയറിന് വലിപ്പം കൂടിയായിട്ടൊക്കെ തോന്നും. ബ്ലീഡിങ്, അബ്നോർമൽ ബ്ലീഡിങ്, പെയിൻ, പെൽവിക് റീജിയനിൽ പെയിൻ, ഇതെല്ലാം ഉണ്ടാകും. അഡിനോമയോസിസ് കണ്ടോ, ഞാനിവിടെ കാണിക്കാം. ഇത് അതിൻ്റെ ഒരു പിക്ചറാണ് കണ്ടോ. എൻഡോമെട്രിക് ടിഷ്യൂസ് യൂട്രൈൻ്റെ മസ്കുലർ വാളിൽ അപ്പിയർ ചെയ്യുന്നതാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത് കേട്ടോ. യൂട്രസ് എൻലാർജ് ആവും. ഹെവി മെൻസ്ട്രൽ ബ്ലീഡിങ്, പെയിൻഫുൾ പീരീഡ്സ്, ക്രോണിക് പെൽവിക് പെയിൻ, ഇതെല്ലാം അതിൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാവുന്നതാണ്. അപ്പം ആ ഒരു സിറ്റുവേഷനിലും ഹിസ്റ്ററെക്ടമി സജസ്റ്റ് ചെയ്യും. ദെൻ ഡിസ്മെനോറിയ എന്ന് പറയുന്നത് പെയിൻഫുൾ, സിവിയർ പെയിൻഫുൾ മെൻസസ്, അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിലും ഹിസ്റ്ററെക്ടമി സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി എൻഡോമെട്രിയോസിസ് അഡിനോമയോസിസും ഓൾമോസ്റ്റ് സിമിലർ സിറ്റുവേഷൻ ആണ്. പക്ഷേ എങ്കിൽ എവിടെയാണ് ആ എൻഡോമെട്രിക് ടിഷ്യൂ അപ്പിയർ ചെയ്യുന്നത് എന്നുള്ളതിലാണ് ഡിഫറൻസ്. എൻഡോമെട്രിയോസിസ് എന്ന് പറയുമ്പോഴത്തേക്ക് യൂട്ടറസിൻ്റെ മസിൽ വാളിലോ ഒന്നുമല്ല, അതിന് പകരം യൂട്രസിൻ്റെ പുറത്തുള്ള ഭാഗങ്ങളിൽ ലൈക്ക് ഓവറി, ഫലോപ്പിയൻ ട്യൂബ്, അവിടെയൊക്കെ ഈ എൻഡോമെട്രിക് ടിഷ്യൂസ് അപ്പിയർ ചെയ്യുക, അവിടെ ഡെവലപ്പ് ചെയ്യുന്ന സിറ്റുവേഷനാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നത്. ആ ഒരു സിറ്റുവേഷനിലും ഹിസ്റ്ററെക്ടമി സജസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാം ഓവറിയുടെ മുകളിൽ, ഫലോപ്പിയൻ ട്യൂബിൻ്റെ മുകളിലൊക്കെ എൻഡോമെട്രിക് ടിഷ്യൂസ് അപ്പിയർ ചെയ്യുന്നു. ഇനി അടുത്തത് ഗൈനക്കോളജിക്ക് ആയിട്ടുള്ള ക്യാൻസർ. ഗൈനക്കോളജി മീൻസ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസർ, യൂട്രസിൽ, ഓവറിൽ, സെർവിക്സിൽ, എൻഡോമെട്രിയത്തിൽ, ഇതൊക്കെ ഉണ്ടായാലും ഹിസ്റ്ററെക്ടമി തന്നെയാണ് സജസ്റ്റ് ചെയ്യുന്നത്. പ്രൊലോങ്ഡ് മെൻസ്ട്രൽ ബ്ലീഡിങ്, മെനോറാഗിയ എന്ന് പറയും, അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ എമേർജ് ചെയ്ത് കഴിഞ്ഞാൽ ഹിസ്റ്ററെക്ടമി സജസ്റ്റ് ചെയ്യും. ഫൈബ്രോയിഡ്സ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അൺകൺട്രോൾഡ് ഗ്രോത്ത് ഒക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹിസ്റ്ററെക്ടമി സജസ്റ്റ് ചെയ്യും. യൂട്രൈൻ പ്രൊലാപ്സ് എന്ന് വെച്ചാൽ യൂട്ടറസിനെ ആ പ്രോപ്പർ പൊസിഷനിൽ കീപ്പ് ചെയ്യാൻ ചില കണക്റ്റീവ് ടിഷ്യൂസും മസിൽസും ലെഗമെൻസും ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ വീക്ക് ആവുമ്പോൾ അത് അതിൻ്റെ പ്രോപ്പർ പൊസിഷനിൽ നിന്ന് ഡിസെൻഡ് ചെയ്തിട്ട് വജൈനയിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് യൂട്ടറൈൻ പ്രൊലാപ്സ് എന്ന് പറയുന്നത്. ഇത് നോർമൽ പിക്ചർ. ഇവിടെ നമുക്ക് യൂട്രസ് അതിൻ്റെ പ്രോപ്പർ പൊസിഷനിൽ കാണാം. ഇവിടെ എന്താണ്, ആ മസിൽസ് വീക്ക് ആയതിൻ്റെ റിസൾട്ടായിട്ട് അത് ഡിസെൻഡ് ചെയ്ത് വജൈനയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിലും ഹിസ്റ്ററെക്ടമി സജസ്റ്റ് ചെയ്യും. ആ സിറ്റുവേഷന് പറയുന്ന പേരാണ് യൂട്രൈൻ പ്രൊലാപ്സ്. ജെൻഡർ അഫർമേഷൻ എന്ന് പറയുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അല്ലെങ്കിൽ നോൺ ബൈനറീസിൻ്റെ കേസ് എടുക്കുമ്പോൾ, നോൺ ബൈനറീസ് എന്ന് പറയുമ്പോൾ എന്തുവാണ്, ദേ ആർ നോട്ട് മെയിൽ ഓർ ഫീമെയിൽ, മെയിലും അല്ല ഫീമെയിലും അല്ല, അതിൻ്റെ ഇടയ്ക്ക് ഉള്ള ജെൻഡർ. അപ്പോൾ അവർക്ക് അവരുടെ ജെൻഡർ അഫർമേഷൻ, ഏതെങ്കിലും ഒരു ജെൻഡറിലേക്ക് മാറണം എന്നുള്ള സിറ്റുവേഷൻ വരുമ്പം അവിടെയും ഹിസ്റ്ററെക്ടമി സജസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി ഏതൊക്കെ മെത്തേഡ്സിലാണ് ഈ ഓപ്പറേഷൻ നടക്കുന്നത്, ഏതൊക്കെ വഴി? അബ്ഡോമിനൽ ഹിസ്റ്ററെക്ടമി എന്ന് പറയുമ്പോൾ ആ പേര് സൂചിപ്പിക്കുന്ന പോണത് അബ്ഡോമനിൽ ഇൻസിഷൻസ് ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നതാണ് അബ്ഡോമിനൽ ഹിസ്റ്ററെക്ടമി. ഇതാണ് നോർമലായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓപ്പൺ ഹിസ്റ്ററെക്ടമിയാണ്. അബ്ഡോമിനിൽ ചില ഇൻസിഷൻസ് അല്ലെങ്കിൽ കട്ട് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം ആ ഇൻസിഷൻ എന്ന് പറയുന്നത് ക്യാൻ ബി എയ്തർ വെർട്ടിക്കൽ ഓർ ഹോറിസോണ്ടൽ. വെർട്ടിക്കൽ ആവാം, ഹോറിസോണ്ടൽ. അത് എന്താണ്, സർജറിയുടെ ഏത് രീതിയിൽ വേണം, ഏത് ഭാഗം റിമൂവ് ചെയ്യണം എന്നൊക്കെയുള്ള ആ ഒരു റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ്, വെർട്ടിക്കലാണോ ഹോറിസോണ്ടലാണോ, എന്തോളം പാത്തോളജി ഉണ്ട് എന്നുള്ളതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അതിൻ്റെ മീൻസ് ഡയറക്ഷൻ, ഹൊറിസോണ്ടലാണോ വെർട്ടിക്കലാണോ ആ ഇൻസിഷൻ എന്നൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ അടുത്തത് ഈ അബ്ഡോമിനൽ ഹിസ്റ്ററെക്ടമി ടൈമിൽ എന്തൊക്കെയാണ് പേഷ്യൻറ്റിന് എന്തൊക്കെ കൊടുക്കും? ജനറൽ അനസ്തേഷ്യ കൊടുക്കും. ജനറൽ അനസ്തേഷ്യ എന്ന് പറയുമ്പോൾ ബോഡി ഫുള്ളായിട്ട് അനസ്തറ്റൈസ് ചെയ്യും അല്ലേ, റെസ്പോണ്ട് ചെയ്യാത്ത ആ ഒരു ജനറൽ അനസ്തേഷ്യ, അതന്നെയാണ് പറയുന്നത് ജനറൽ. അല്ലാത്തതിന് എന്താ പറയും, ലോക്കൽ അനസ്തേഷ്യ എന്ന് പറയും. അപ്പം ഹോസ്പിറ്റലൈസേഷൻ എത്ര ദിവസം വേണം? 2 to 3 days വേണം. ഇൻസിഷൻ്റെ സൈസ് 6 to 12 inches ആണ്. ഹോറിസോണ്ടൽ ആണെങ്കിൽ, വെർട്ടിക്കൽ ആണെങ്കിൽ ഇത്രയും കൂടെ നീളം കാണും, ലോങ്ങർ ആയിരിക്കും. 6 to 12 weeks ഹോസ്പിറ്റലിൽ താമസിക്കേണ്ടി വരും. പിന്നെ പ്രൊസീജിയർ, ട്രീറ്റ്മെൻറ്റ് പ്രൊസീജിയറിന് എത്ര ഡ്യൂറേഷൻ എടുക്കും? 1 to 4 hours വരെ എടുക്കും. നെക്സ്റ്റ്
ലാപ്രോസ്കോപ്പിക് ഹിസ്റ്ററക്ടമി. ലാപ്രോസ്കോപ്പി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? കീ ഹോൾ സർജറി, അത് തന്നെയാണ് ലാപ്രോസ്കോപ്പിക് ഹിസ്റ്ററക്ടമി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ റൊബോട്ടിക്, ഇച്ചിരി കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഇത്തിരി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററക്ടമി മെത്തേഡാണ് റൊബോട്ടിക് എന്ന് പറയുന്നത്. അപ്പം ഇതെന്താണ് നമുക്ക് നോക്കാം. ഈ ലാപ്രോസ്കോപ്പി എന്ന് പറയുമ്പം ഇവിടെ ഒരു ഇൻസിഷനാണ് വെർട്ടിക്കൽ അല്ലെങ്കിൽ ഹോറിസോണ്ടൽ ചെയ്യുന്നത്. ഇവിടെ അതിന് പകരം സ്മോൾ എ ഫ്യൂ ഇൻസിഷൻസ് കഴിഞ്ഞാൽ സൈസ് വലിപ്പം കുറഞ്ഞ ഒന്നിൽ കൂടുതൽ ഇൻസിഷൻസ് ചെയ്തിട്ടാണ് ഈ ലാപ്രോസ്കോപ്പിക് ഹിസ്റ്ററക്ടമി ചെയ്യുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് വൺ ലാർജ് ഇൻസിഷൻ. അപ്പം ആദ്യം ഒരു ഇൻസിഷൻ ഉണ്ടായിരിക്കും, അതുവഴി എൻഡോസ്കോപ്പ് കടത്തിവിടും. എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത് വീഡിയോ ക്യാമറയാണ്. അപ്പം വയറിൻ്റെ ഉള്ളിൽ ആ യൂട്രസ് ഒക്കെ ഇരിക്കുന്ന ആ പെൽവിക് റീജിയൻ ഒരു വീഡിയോ മോണിറ്ററിൽ നന്നായിട്ട് സർജന് കാണാൻ പറ്റും. അതിനോടൊപ്പം തന്നെ ഈ അബ്ഡോമൻ റീജിയൻ ഇങ്ങനെ ഒന്ന് ഡിസ്റ്റൻറ്റ് ചെയ്യും, ഇൻഫ്ലേറ്റ് ചെയ്യും, വീർപ്പിക്കും, ഇങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പമ്പ് ചെയ്തിട്ട്. അപ്പോൾ അതെന്തിനാണ്? ഇനഫ് സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്തായും അതിൻ്റെ സറൗണ്ടിങ് ടിഷ്യൂസൊക്കെ അപ്പം എന്താണ് വൂണ്ടഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആ ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയറ് ഭാഗം അല്ലെങ്കിൽ ആ യൂട്രസ് ഇരിക്കുന്ന ഭാഗം ഒന്ന് ഡിസ്റ്റൻറ്റ് ഇൻഫ്ലേറ്റ് ചെയ്യും ബൈ പമ്പിങ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ടു ദാറ്റ് ഏരിയ. അപ്പം ചെറിയ ചെറിയ സർജിക്കൽ ടൂൾസ് എന്നിട്ട് പിന്നെ മറ്റ് ചില ഇൻസിഷൻസ് വഴി കടത്തി വിട്ടിട്ടാണ് യൂട്രസിനെ ഡിറ്റാച്ച് ചെയ്തിട്ട് റിമൂവ് ചെയ്യുന്നത്. യൂട്രസും അത് ഏതൊക്കെ പോർഷൻസ് ആണോ റിമൂവ് ചെയ്തത് ആ പോർഷൻസ് റിമൂവ് ചെയ്യുന്നത്. ഇനി റോബോട്ടിക് ഹിസ്റ്ററക്ടമി വരുമ്പോഴത്തേക്ക് അത്രയും കൂടിയും ഇൻവേസീവ് വെച്ചാൽ ബോഡിയുടെ ഉള്ളിൽ ഇൻവേസീവ് ചെയ്യേണ്ട മിനിമൽ ഇൻവേസീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. റോബോട്ടിക് ഡിവൈസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്, സ്മോൾ അബ്ഡോമിനൽ ഇൻസിഷൻസ് വെച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ കാണാം. Or IV will be started. ഇത് ആ പ്രൊസീജിയറിന് മുമ്പ് എന്തൊക്കെയാ പേഷ്യന്റിന് ചെയ്യും എന്നാണ്. You may be given antibiotics through the IV to decrease your chance of infection. You'll be given general anesthesia. A breathing tube will be inserted through your mouth and down your throat to help you breathe during the operation. Your surgeon will make a small incision near your belly. നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് പമ്പ് ചെയ്ത് ഇൻഫ്ലേറ്റ് ചെയ്യുന്നതും പിന്നെ എന്താണ് എൻഡോസ്കോപ്പ് ഇൻസേർട്ട് ചെയ്യുന്നു, എന്താണ് മോണിറ്ററിൽ കാണാൻ അതെല്ലാം. പിന്നെ എക്യുപ്മെന്റ്സ് ഓരോ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്താണ് ഓരോരോ വെപ്പൺസ് അത് ഇൻസേർട്ട് ചെയ്യുന്നതും ഒക്കെ നമുക്ക് വീഡിയോയിൽ കാണാം. Button and insert a plastic tube called a port. Carbon dioxide gas will be pumped into your abdomen through this port. The gas will inflate your abdomen, giving your surgeon more room to see and move the surgical tools. After your abdomen is inflated, a high-definition camera will be inserted into this port. Your surgeon will make additional port incisions for robotic instruments as well as instruments used by patient-side assistants. An assistant will insert all of the robotic tools through these ports. Unlike standard laparoscopic instruments, these tools can rotate 360 degrees and have more flexibility than the human wrist. Seated at a special console, your surgeon will operate the robotic arms and the camera with joystick-like controls and foot pedals. A computer will translate the exact movements of your surgeon's fingers into precise movements of the surgical tools. At the same time, a high-definition vision system will provide a magnified three-dimensional stereoscopic view of the surgical area. Depending on your condition, you may have a partial hysterectomy, in which your surgeon will remove your uterus but leave your cervix, fallopian tubes, and ovaries in place. If you have a total hysterectomy, your surgeon will remove your cervix along with your uterus. If you have a radical hysterectomy, your surgeon may also remove പല ടൈപ്പിലെ ഹിസ്റ്ററക്ടമിയെ കുറിച്ചാണ് പറയുന്നത്.
നമ്മൾ പറഞ്ഞല്ലോ ടോട്ടൽ പാർഷ്യൽ റാഡിക്കൽ, അതിൻ്റെ ഓരോ ടൈപ്പിലും ഏതൊക്കെ ടിഷ്യൂസ് ആണ് റിമൂവ് ചെയ്യുന്നത്, ഏതൊക്കെ പാർട്സ് ആണ് റിമൂവ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. Your fallopian tubes, ovaries, the upper part of your vagina, as well as nearby tissue such as your pelvic lymph nodes. At the end of your procedure, the tiny incisions will be closed with stitches, staples, surgical glue, or closure tape dressings. After your procedure, your breathing tube will be removed, and you will be taken to the recovery area for monitoring. You will be given pain medication as needed. You may continue to receive antibiotics through your IV. You may be സോ അപ്പം ഇതാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത അതിനു മുമ്പ് ലാപ്രോസ്കോപ്പിക്, ഈ റോബോട്ടിക് ഹിസ്റ്ററക്ടമിയിൽ എന്തൊക്കെയാണ് പേഷ്യൻസിന് ഏതൊക്കെ പ്രിപ്പറേഷൻസ് ആണ് വേണ്ടുന്നതെന്ന് നോക്കാം. ജനറൽ അനസ്തേഷ്യ ഇവിടെയും വേണം. ഹോസ്പിറ്റലൈസേഷൻ 1 നൈറ്റ് ഔട്ട് പേഷ്യൻറ്റ് മാത്രം മതി. പിന്നെ ഇൻസിഷൻസിൻ്റെ സൈസ് 5 to 12 millimeters മാത്രമേ ഉള്ളൂ, ഇവിടെ സൈസ് കുറവാണ്. പ്രൊസീജിയേഴ്സ് 1 to 4 hours, ദാറ്റ് ഈസ് എ ജനറൽ പീരീഡ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഹിസ്റ്ററക്ടമിക്കും ഈ ഒരു പീരീഡ് ആണ്, 1 to 4 hours. റിക്കവറി 2 to 6 weeks ആണ്. ഇനി അടുത്തത് ഹിസ്റ്ററോസ്കോപ്പിക് ഹിസ്റ്ററക്ടമി. ഹിസ്റ്ററോസ്കോപ്പിക് ഹിസ്റ്ററക്ടമി എന്ന് പറയുന്നത് ഇത് ബോഡി അബ്ഡോമൽ ഏരിയയിലൊന്നും ഇൻസിഷൻസ് ഒന്നും ചെയ്തിട്ടല്ല, പകരം വജൈന വഴി യൂട്രസിനെ പുള്ളി ചെയ്ത് പുറത്ത്, യൂട്രസിനെ കട്ട് ചെയ്തിട്ട് വജൈന വഴി പുറത്തെടുക്കുന്നതാണ് ഹിസ്റ്ററോസ്കോപ്പിക് ഹിസ്റ്ററക്ടമി എന്ന് പറയുന്നത്. ലീസ്റ്റ് ഇൻവേസീവ്, ബോഡിയുടെ ഉള്ളിലേക്ക് അധികം കടക്കാത്ത, ഉള്ളിൽ അധികം ഓപ്പൺ ടൈപ്പ് അല്ല ഈ ഒരു യൂട്രസ് റിമൂവൽ എന്ന് പറയുന്നത്. വജൈനയുടെ ടോപ്പിൽ എന്തെങ്കിലും ഒരു ഇൻസിഷൻ ചെയ്തിട്ട് അതുവഴി ആയിട്ടാണ് ഈ അബ്ഡോമിനൽ, പിന്നെ ഇൻസിഷൻ ചെയ്തിട്ടാണ് ഈ യൂട്രസിൻ്റെ ഏത് ഭാഗമാണോ റിമൂവ് ചെയ്യേണ്ടത് അത് ചെയ്യുന്നത് ഈ ഹിസ്റ്ററോസ്കോപ്പിക് ഹിസ്റ്ററക്ടമിയിൽ. അപ്പം ഈ ഹിസ്റ്ററോസ്കോപ്പിക് ഹിസ്റ്ററക്ടമി എല്ലാ പേഷ്യൻസിലും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ചിലവരുടെ ബോഡി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ യൂട്രസ് വജൈന വഴി നമുക്ക് പുള്ളി ചെയ്യാൻ പറ്റത്തില്ല, സൈസ് കൂടുതലാണ്, എന്തെങ്കിലും ഗ്രോത്ത് ഒക്കെ ഉള്ളതുകൊണ്ട് യൂട്രസിൻ്റെ സൈസ് വലിപ്പം കൂടുതലാണെങ്കിൽ അപ്പം ആ ഒരു പേഷ്യൻറ്റിൽ നമുക്ക് ഒരിക്കലും ഹിസ്റ്ററോസ്കോപ്പിക് ഹിസ്റ്ററക്ടമി സജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വജൈന വഴി പുള്ളി ചെയ്ത് കട്ട് ചെയ്യാൻ പാടാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ അതിൻ്റെ അസോസിയേറ്റഡ് പാർട്സ് ആയ ഫലോപ്പിയൻ ട്യൂബോ ഓവറിയോ ഒക്കെ റിമൂവ് ചെയ്യണം, അതുകൂടെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അപ്പോഴും പറ്റത്തില്ല. പിന്നെ ഡോക്ടേഴ്സിൻ്റെ എക്സ്പീരിയൻസ് അതും ഒരു ഫാക്ടറാണ് ഇതുവഴി ചെയ്യുക എന്നുള്ളത്. അപ്പം ഇതെല്ലാം നോക്കിയിട്ടാണ് ഹിസ്റ്ററോസ്കോപ്പിക് ഹിസ്റ്ററക്ടമി സജസ്റ്റ് ചെയ്യുന്നത്. സെവറൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ലാക്ക് ഓഫ് യൂട്ടറൈൻ ഡിസെൻറ്റ്, യൂട്രസ് താഴോട്ട് ഇറങ്ങി വരത്തില്ല ചിലരുടെ യൂട്രസിൻ്റെ പൊസിഷൻ കൊണ്ടും, അതും ഒരു റീസൺ ആണ്. പിന്നെ സിവിയർ എൻഡോമെട്രിയോസിസ് ഉണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ സൈസ് കൂടുതലല്ലേ, ഫൈബ്രോയിഡ് യൂട്രസിലുണ്ടെങ്കിൽ അതും അതിൻ്റെ വലിപ്പം കൂട്ടും. അപ്പം ഇറ്റ്സ് ബിക്കം ഹാർഡ് ടു പുൾ ഇറ്റ് ഡൗൺ ത്രൂ ദ വജൈന. ഫലോപ്പിയൻ ട്യൂബ്സ് ഒക്കെ റിമൂവ് ചെയ്യണം, ഓവറി ഒക്കെ അതിനോടൊപ്പം റിമൂവ് ചെയ്യണമെങ്കിൽ ദാറ്റ് ബിക്കം എ ടീഡിയസ് ടാസ്ക് ഫോർ ദ സർജൻ ഇഫ് ദ കേസ് ഈസ് ഹിസ്റ്ററോസ്കോപ്പിക് ഹിസ്റ്ററക്ടമി. ഇനി എക്സ്പീരിയൻസ്, സർജൻ്റെ എക്സ്പീരിയൻസും പ്രിഫറൻസും അതും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. ഇനി വജൈനൽ ഹിസ്റ്ററക്ടമിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ജനറൽ അനസ്തേഷ്യ തന്നെ വേണം, ഹോസ്പിറ്റലൈസേഷൻ 1 or 2 nights വേണം, ഇൻസിഷൻസ് ഈ നേരത്തെ പറഞ്ഞ കേസിലെ പോണക്കുള്ള ഇൻസിഷൻസ്, ബോഡിലി ഇൻസിഷൻസ് ഒന്നും ഇല്ല. പിന്നെ പ്രൊസീജിയേഴ്സ് 1 to 4 hours, ഇവിടെയും 1 to 4 hours ആണ്, അപ്പോൾ അത് നോട്ട് ചെയ്യുക. ജനറൽ ആയിട്ടുള്ളൊരു ടൈം പീരീഡ് ആണ്. റിക്കവറി 3 to 4 weeks ആണ്. ഇനി സൈഡ് എഫക്ട്സ്, ഇത് കമ്പാരിറ്റീവ്ലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്, എന്നാലും അതിൽ നിന്നുള്ള റിസ്ക് നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. സക്സസ്ഫുള്ളി പിന്നെ സേഫ് പ്രൊസീജിയറാണ്, എക്സലൻറ്റ് സക്സസ് റേറ്റ്സ് ആണ്, എന്നാലും ചില റിസ്കുകൾ ഉണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു വുമനിൽ എന്താണ് ഹിസ്റ്ററക്ടമി ചെയ്യുകയാണ്, അപ്പം മെനോപോസിൽ എത്തുന്നതിന് മുമ്പ്, അപ്പം അവർക്ക് ഏർലി മെനോപോസ് ആണ്. ഏർലി ആയിട്ട് മെനോപോസ് എത്തി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു മെനോപോസിന് ശേഷം ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ചസ് ആണ് ഓരോ വുമൻ്റെയും ബോഡിയിൽ നടക്കുന്നത്. ആ ഒരു ചേഞ്ചസ് ഇത്തിരി കൂടെ ഏർലി ആയിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങും.
അതിൽ ചില സിംറ്റംസ് പറയുന്നത് ഹോട്ട് ഫ്ലാഷസ്, മൂഡ് സ്വിങ്സ്, പിന്നെ ഇൻസോംനിയ. ഇപ്പോൾ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, നമുക്ക് രാത്രിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ബോഡിയുടെ അപ്പർ പോർഷൻ, ചെസ്റ്റ് മുതലുള്ള അപ്പർ പോർഷൻസിൽ ഭയങ്കരമായിട്ട് ടെമ്പറേച്ചർ ഫീൽ ചെയ്ത് വിയർക്കുകയൊക്കെ ചെയ്യും. അതിനാണ് ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുന്നത്. മൂഡ് സ്വിങ്സ് അറിയാലോ, പെട്ടെന്ന് മൂഡ് ചേഞ്ച് ചെയ്യും, അങ്ങനെ ഒരു. ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ ഉറക്കക്കുറവ്. അതേപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, മെനോപോസ് എത്തിയവരിൽ പെട്ടെന്ന് കുറയുന്ന 2 ഹോർമോൺസ് ആണ് ഈസ്ട്രജനും പ്രൊജസ്ട്രോൺ. അപ്പം ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലെ ബോൺസിൻ്റെ റീകൺസ്ട്രക്ഷന് വളരെ ഇമ്പോർട്ടൻ്റ് റോള് ഉള്ള ഹോർമോൺസ് ആണ്. നമ്മുടെ ബോഡിയിൽ ബോൺസ് ഉണ്ടാക്കുന്നത് ബോൺസ് മീൻസ് എന്താണ്, ബോൺസിനെ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്ന വെച്ചാൽ ബോൺ ഫോമിങ് സെൽസ് ഡീനാച്ചുർ വെച്ചാൽ നശിപ്പിച്ചും കളയും, അതിനോടൊപ്പം നശിച്ചു പോയ സെൽസിന് പകരം അവിടെ ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെ നശിപ്പിക്കുന്ന പഴയ സെൽസിനെ നശിപ്പിക്കുന്ന സെൽസിന് പറയുന്ന പേരാണ് ഓസ്റ്റിയോക്ലാസ്റ്റ് സെൽസ്. എന്നിട്ട് നശിച്ചുപോയ സെൽസിന്റെ സ്ഥാനത്ത് പുതിയ സെൽസ് ഉണ്ടാക്കുന്ന സെൽസാണ് ഓസ്റ്റിയോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഓസ്റ്റിയോക്ലാസ്റ്റും ഓസ്റ്റിയോബ്ലാസ്റ്റും. അപ്പം ഈ ഓസ്റ്റിയോക്ലാസ്റ്റിൻ്റെ ഫങ്ഷൻ, അതായത് ഒരുപാട് ബോൺ സെൽസിനെ നശിപ്പിക്കുക, ആ നശിപ്പിക്കുന്ന ആക്ഷനെ ഒരു കൺട്രോൾഡ് മാനറിൽ, ഒരുപാട് കയറി അങ്ങ് നശിപ്പിക്കാതെ, ഒരുപാട് അങ്ങ് ഡീജനറേറ്റ് ചെയ്ത് കളയാതെ കൺട്രോൾ ചെയ്ത് വെക്കുന്നത് പ്രൊജസ്ട്രോൺ. അപ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ ആബ്സൻസിൽ ടു മച്ച് ബോൺ സെൽസ് ഡിനാച്ചർ ചെയ്തു പോവും. അതിന് ഈക്വലായിട്ട് റീകൺസ്ട്രക്ഷൻ നടക്കത്തില്ല. അപ്പോൾ ഓസ്റ്റിയോപോറോസിസ് ഒക്കെ ഉണ്ടാവും. മെനോപോസ് എത്തിയ ലേഡീസിൽ അങ്ങനെയാണ് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുന്നത് ഒരു മെത്തേഡാണ്. കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഫുഡൊക്കെ കഴിക്കണം. പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ബോൺ ഫോമിങ് ഓസ്റ്റിയോബ്ലാസ്റ്റ് സെൽസ് ആക്ടിവേറ്റഡ് ആവുക ചെയ്യുക എന്നുള്ളതാണ് അവിടെ ഉണ്ടാവുന്ന ഒരു ഇഫക്റ്റ്. ഇനി അതേപോലെ ഈ പ്രൊസീജിയർ ചെയ്യുമ്പോൾ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ എക്സസീവ് ബ്ലീഡിങ് ഉണ്ടാവുന്ന സിറ്റുവേഷനിൽ ആ പേഷ്യൻറ്റിന് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് വരാറുണ്ട്. അപ്പം കറക്റ്റ് ബ്ലഡ് ഗ്രൂപ്പൊക്കെ കണ്ടുപിടിക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ അവിടെ മനസ്സിൽ ഉണ്ടാവേണ്ട ഒരു കാര്യങ്ങളാണ്. അതേപോലെ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് അഡ്ജസൻറ്റ് ഓർഗൻസ് ആയിട്ടുള്ള ബ്ലാഡർ, ഇൻറ്റസ്റ്റൈൻ, യൂറിറ്റർ, ബ്ലഡ് വെസൽസ്, ഇതിനൊക്കെ എന്തെങ്കിലും വൂണ്ട് ഉണ്ടാവാനുള്ള ചാൻസ്, ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് അതും നമ്മൾ കാണണം. ദാറ്റ് ഈസ് അനദർ റിസ്ക് ഫാക്ടർ. ക്ലോട്ട്സ് ഉണ്ടാവാം, ബ്ലഡ് ക്ലോട്ട്സ് ഉണ്ടായിട്ട് അത് ലെഗിലോട്ടോ ലങ്സിലോട്ടോ ഒക്കെ മൂവ് ചെയ്യാം. ചില സ്കാർ ടിഷ്യൂസ്, എന്തെങ്കിലും ഒരു സ്കാർ, ഒരു മുറിവുണ്ടായി അവിടെ ഒരു സ്കാർ ഫോം ചെയ്തു, അതിൻ്റെ മുകളിൽ ടിഷ്യൂസ് ഉണ്ടാവുക ഇൻറ്റേർണൽ ഓർഗൻസിൽ, അതിനൊക്കെയുള്ള ചാൻസ് ഉണ്ട് ഹിസ്റ്ററക്ടമിയുടെ ടൈമിൽ. ഹെർണിയ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ബോഡിയിലെ ഇൻറ്റേർണൽ ഓർഗൻസ് പ്രൊട്രൂഡ് ചെയ്യും. എവിടെ വഴിയാണ് ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തുകൊണ്ട് കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഇപ്പം സപ്പോസ് ഇൻറ്റസ്റ്റൈൻ, അപ്പോൾ അവിടെ ഇൻറ്റസ്റ്റൈൻ ഇരിക്കുകയാണ്, ഇവിടെ സപ്പോർട്ട് ചെയ്തിട്ട് ബോഡി അതിനെ കവർ ചെയ്ത് കണക്റ്റീവ് ടിഷ്യൂസ് ഉണ്ട്. അപ്പോൾ ഇത് വീക്ക് ആവുമ്പോൾ ഈ ഇൻറ്റേർണൽ ഓർഗൻസ് അതുവഴി പ്രൊട്രൂഡ് ചെയ്യുമ്പോഴാണ് എന്താണ് വയറിൽ ബൾജിങ് ഉണ്ടായി, അത് ഹെർണിയ എന്ന് പറയുന്നത്. അപ്പം ഈ യൂട്രസ് അവിടെ അങ്ങനെ ഒരു ഓപ്പറേഷൻ ഹിസ്റ്ററക്ടമി ചെയ്യുമ്പം അവിടെയുള്ള കണക്റ്റീവ് ടിഷ്യൂസ് വീക്ക് ആവുകയും അവിടെ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള ഓർഗൻസ്, ഇൻറ്റേർണൽ ഓർഗൻസ് അതുവഴി പ്രൊട്രൂഡ് ചെയ്തിട്ട് അവിടെ ഹെർണിയാസ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുത്തില്ലെങ്കിൽ. പിന്നെ പെയിൻ ഉണ്ടാവാം. പിന്നെ ജനറൽ അനസ്തേഷ്യയാണ് കൊടുക്കുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റിയാക്ഷൻസ് ബോഡിയിൽ കാണിക്കാം. അപ്പം ഇതൊക്കെ ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ്, അല്ലെങ്കിൽ റിസ്ക് ആണ്. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാവും ലാസ്റ്റ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ. കുറേ വൂൺസും ഒക്കെ ബോഡിയിൽ ഉണ്ടാവുന്നത് കൊണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് ഉള്ളിൽ കടത്തി ചെയ്യുന്നത് കൊണ്ടും ഒക്കെ ഇൻഫെക്ഷൻസിൻ്റെ ചാൻസും നമ്മൾക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഹിസ്റ്ററക്ടമിയെ കുറിച്ച് ഒരു ജനറൽ ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. So I'm going to wind up today's section. Thank you. I'm an icon, man. Damn, my girl about a 10. I should fuck her in a Benz.